ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ വറുത്തരച്ച കറിയാണ്. അപ്പോൾ പത്തിരി, ചപ്പാത്തി, പൊറോട്ട ഇതിൽക്കൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത്, ഞാൻ 1 കിലോ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കണതിൻ്റെ കാണിക്കണത്. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു വലുത് മതി. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകുമ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകുക. ഇത്തിരി വിനീഗറും പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കഴുകിയാൽ നന്നാവും. അപ്പോൾ ഞാൻ ഒരു സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മറ്റുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൽ ചപ്പാത്തിനേക്കാളും ടേസ്റ്റ് ഈ കറിയിൽ പൊറോട്ടയും പത്തിരിയും കഴിക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ച് വെച്ചും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വാടി വന്നാൽ നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. തക്കാളി നന്നായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് പൗഡറുകൾ ഇട്ട് കൊടുക്കണം ആവശ്യമായിട്ടുള്ളത്. ഇതൊരു മഞ്ഞ കളറിലിരിക്കുന്ന ഒരു കറിയാണ്. ഒരുപാട് മുളക് പൊടി ചേർക്കില്ല. മുളകിൻ്റെ എരിവാണ് ഇതിനുണ്ടാവല്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വാടിയിട്ടുണ്ട്. നന്നായിട്ട് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പൗഡറുകൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിൻ്റെ അളവ് വളരെ കുറച്ച് ചേർത്തിട്ടുണ്ടാവുള്ളൂ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കൽ. ഞാനിതൊരു 1 കിലോ ചിക്കൻ്റെ അളവാണ് പറയണത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൂത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചേർത്ത് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചിക്കനൊരു സ്മെല്ലുണ്ടാവും, അതൊക്കെ ഒന്ന് പോകണം. വിനീഗർ ചേർത്താൽ നന്നായിട്ട് വൃത്തിയായി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കത് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിലേക്ക് മുളകിൻ്റെ ഉപ്പിൻ്റെ ഒക്കെ അളവ് നോക്കുക. മസാലയിൽ തന്നെ നോക്കുക. എന്നിട്ട് ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇതിന് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു കപ്പോളം ചൂടുവെള്ളം ചേർത്താൽ മതി. കാരണം ഇതിലൊക്കെ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശമുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേ ഇതിൽ വെള്ളം ഉണ്ടാവും. എന്നിട്ടൊരു 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവും. ഒന്ന് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് 2 വിസിലടുപ്പിക്കുക. അപ്പോൾ 1 വിസിലടിച്ച ശേഷം പിന്നെ ഒന്ന് തീ കുറച്ച് വെക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച കറിയല്ല. അപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 തേങ്ങയോളം ഉണ്ട്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, കറിവേപ്പില. ഇതാണ് നമ്മൾ വറുത്തെടുത്തിട്ട് അതിലേക്ക് അരച്ച് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും കറിവേപ്പില എല്ലാം ഇട്ടെടുക്കുക. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞ് പോവരുത്. എന്നാൽ നന്നായിട്ട് വറുക്കും വേണം. തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിൽ വറുക്കുമ്പോൾ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കുക. ഇത് നല്ലൊരു മണമായിരിക്കും. ഇതൊക്കെ ഞാൻ ചെറുതാകുമ്പോഴൊക്കെ ഇത് വറുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒരുപാട് എടുത്ത് കഴിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടം ആണ്. നല്ലൊരു ടേസ്റ്റ് ആവും. കാരണം പെരിഞ്ജീരകത്തിൻ്റെയും കറിവേപ്പിലേൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തേങ്ങ ഇപ്പോൾ അത്യാവശ്യം മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി പച്ച കറിവേപ്പില ചേർത്ത് കൊടുത്താണ്. മറ്റേത് കുറച്ച് വാടിയപ്പോൾ കുറച്ചും കൂടി കറിവേപ്പിലേൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ടാവും കറിയിൽ. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ വെന്തപ്പോൾ ചിക്കന് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ വറുത്തത് ചൂടാറിൻ്റെ ശേഷം അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഞാനത് അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തോടല്ല, കുറച്ചൊരു കുറുകിയ രീതിയിൽ കറി ഉണ്ടാക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. കുരുമുളകിൻ്റെ എരിവിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കും. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി തൂമിച്ചിട്ട് മൂപ്പിച്ചൊഴിക്കാനുണ്ട്. ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിക്കണം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പത്തിരിയിലേക്ക് നല്ല ടേസ്റ്റാണ്, പൊറോട്ടയിലേക്കും ടേസ്റ്റ്. ഇത് ഞങ്ങൾ അറഫാ ദിനത്തിൻ്റെ അന്ന് ഉണ്ടാക്കിയതാണ്. അന്ന് പത്തിരിയല്ല, സോറി, ചപ്പാത്തിയും പിന്നെ പൊറോട്ടയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉണ്ടാക്കിയൊരു കറിയാണ്. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണിത്. നമ്മൾ കറി അത്യാവശ്യം തെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി തൂമിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്ന് ഇപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കറി മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സിമ്പിളാണ്. ഒരു നാടൻ ടേസ്റ്റുള്ള ഒരു കറിയാണ്. കറിയൊക്കെ റെഡിയായി. നമുക്കിത് പാത്രത്തേക്ക് മാറ്റാം. നമുക്കിത് കഴിക്കാൻ നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങി. ചപ്പാത്തി ഞാൻ വീട്ടിലുണ്ടാക്കിയാണ്. പൊറോട്ട വാങ്ങിച്ചതാണ്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.